നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. കരയുദ്ധത്തിൽ ടാങ്കുകൾക്കുള്ള സ്ഥാനം ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇന്ത്യൻ ആർമിയുടെ സ്ക്വാഡിൽ അർജുൻ, ഭീഷ്മർ, അജയ്, വിജേന്ദ തുടങ്ങിയ നിരവധി മാരകമായ ടാങ്കുകൾ ഉൾപ്പെടുന്നുണ്ട്. യുദ്ധകളത്തിലെ ആക്രമണശേഷിയെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് ആക്രമണത്തിൽ നിന്ന് ടാങ്കുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും. ഇപ്പോൾ അതിന് പ്രാധാന്യം നൽകിയാണ് നമ്മുടെ സൈന്യം. T-90 അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്കുകളിൽ 10 കിലോവാട്ട് ശേഷിയുള്ള ലേസർ സംവിധാനങ്ങൾ ഘടിപ്പിക്കാനാണ് പദ്ധതി. ഈ പ്രത്യേക ടാങ്കറുകൾ കൂടെയുള്ള മറ്റ് ടാങ്കുകൾക്ക് ഒരു സഞ്ചരിക്കുന്ന സുരക്ഷാ മതിൽ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ FPV ഡ്രോണുകൾ, ആത്മഹത്യാ ഡ്രോണുകൾ, ഡ്രോൺ കൂട്ടങ്ങൾ എന്നിവയെ തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഷീൽഡ് ടാങ്ക് എന്നാണ് ഈ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഡ്രോൺ പോരാട്ടങ്ങൾ യുദ്ധകളത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് നിരീക്ഷിച്ച ശേഷമാണ് ഈ സാങ്കേതിക വിദ്യ വിലയിരുത്താൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചതെന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വില കുറഞ്ഞ ഡ്രോണുകൾ വലിയ കവചിത യൂണിറ്റുകൾക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ചെറിയ ഡ്രോണുകൾക്ക് പോലും ടാങ്കുകളുടെ ദുർബലമായ ഭാഗങ്ങളായ ടററ്റ്, എഞ്ചിൻ ഏരിയ അല്ലെങ്കിൽ വെടിമരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവയെ കൃത്യമായി ആക്രമിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് ടാങ്കുകളുടെ ചലനശേഷിയെ നഷ്ടപ്പെടുത്തുകയോ അവയെ യുദ്ധത്തിൽ പൂർണ്ണമായി ഉപയോഗശൂന്യമാക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കി. ഇതാണ് ഇന്ത്യയെ ഷീൽഡ് ടാങ്ക് തന്ത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനെക്കുറിച്ച് പ്രേരിപ്പിക്കുന്നത്. തങ്ങളെ സംരക്ഷിക്കാൻ വ്യോമ പ്രതിരോധ വാഹനങ്ങൾ പ്രത്യേകമായി വരുന്നതുവരെ കാത്തിരിക്കുന്നതിന് പകരം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടാങ്ക് വ്യൂഹത്തിലെ ചില പ്രത്യേക ടാങ്കുകളെ തന്നെ സംരക്ഷകരാക്കി മാറ്റുന്നതാണ് തന്ത്രം. തുടക്കത്തിൽ ടാങ്കുകളുടെ മുകളിൽ ഇരുമ്പ് കൂട്ടുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ട് അവയെ സംരക്ഷിക്കാനാണ് പല സൈന്യങ്ങളും ശ്രമിച്ചത്. ഇവ പലപ്പോഴും കോപ്പ് കേജുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കൂടുതൽ അത്യാധുനികമായ ഡ്രോണുകൾക്കും ഡ്രോൺ കൂട്ടങ്ങളുടെ ആക്രമണങ്ങൾക്കുമെതിരെ ഈ സംവിധാനം ഫലപ്രദമായിരുന്നില്ല. ഒരു ടാങ്ക് വ്യൂഹത്തിലെ ചില പ്രത്യേക ടാങ്കുകളിൽ ലേസർ ആയുധങ്ങളും ഓട്ടോമേറ്റഡ് ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റങ്ങളും ഘടിപ്പിക്കും. ഈ ടാങ്കുകളായിരിക്കും പിന്നീട് മറ്റ് ടാങ്കുകൾക്ക് സംരക്ഷണം നൽകുക. 20 മുതൽ 40 വരെ ടാങ്കുകൾ അടങ്ങുന്ന ഒരു വലിയ നിര നീങ്ങുമ്പോൾ ഈ പ്രത്യേക വാഹനങ്ങൾക്ക് ആ ഗ്രൂപ്പിന് മുഴുവൻ മുകളിലായി ഒരു സഞ്ചരിക്കുന്ന സുരക്ഷാ കവചം തീർക്കാൻ സാധിക്കും. വ്യോമാക്രമണ സമയത്ത് ഫൈറ്റർ ജെറ്റുകൾക്ക് സംരക്ഷണം നൽകുന്ന ഇലക്ട്രോണിക് വാർഫെയർ വിമാനങ്ങളുടെ പ്രവർത്തനത്തിന് സമാനമാണ് ഈ ആശയം. താഴ്ന്നു പറക്കുന്ന ആത്മഹത്യാ ഡ്രോണുകളുടെ ഒപ്റ്റിക് സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കാനും ഇവയുടെ പ്രൊപ്പല്ലറുകളും ഗൈഡൻസ് ഹാർഡ്വെയറുകളും എല്ലാം നശിപ്പിക്കാൻ തക്കവണ്ണമാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ത്യ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റഡ് എനർജി ശേഷികളെ അടിസ്ഥാനമാക്കിയാണ് ഈ ആശയം കെട്ടിപ്പടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ 30 കിലോവാട്ട് ശേഷിയുള്ള MK2A ഡയറക്റ്റഡ് എനർജി ആയുധം വിജയകരമായി പരീക്ഷിച്ച് കരുത്ത് തെളിയിച്ചത്. ഇത് ഫിക്സഡ് വിംഗ് ഡ്രോണുകളെയും ഡ്രോൺ കൂട്ടങ്ങളെയും നിമിഷ നേരം കൊണ്ട് വെടിവെച്ചിടാൻ ശേഷിയുള്ള പ്രവർത്തന സജ്ജമായ സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യ എത്തിച്ചു. സാധാരണ തോക്കുകളെ പോലെ വെടിയുണ്ടകൾ തീർന്നു പോകുന്നില്ല എന്നതാണ് ലേസർ ആയുധങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. ഇവയ്ക്ക് തുടർച്ചയായി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിയ കൂട്ടമായി എത്തുന്ന വില കുറഞ്ഞ വാണിജ്യ ഡ്രോണുകളെ നേരിടാൻ ഇവ ഏറ്റവും അനുയോജ്യമാണ്. എങ്കിലും ഇത്തരം സെൻസിറ്റീവായ ഉപകരണങ്ങൾ ഒരു ടാങ്കിൽ ഘടിപ്പിക്കുക എന്നത് കഠിനമായ കാര്യമാണ്. കാരണം ടാങ്കുകൾ വളരെയധികം കുലുങ്ങുന്നവയാണ്. അവ പൊടിപടലങ്ങളിലൂടെയും കഠിനമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്. അതിനാൽ തന്നെ തുടർച്ചയായ ലേസർ പ്രയോഗത്തിൽ നിന്നുണ്ടാകുന്ന അമിതമായ ചൂട് കൈകാര്യം ചെയ്യാൻ ഇവയ്ക്ക് സ്ഥിരമായ വൈദ്യുതിയും കാര്യക്ഷമമായ കൂളിംഗ് സംവിധാനവും ആവശ്യമാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു.